സന്തോഷം വരുന്നത്. ഞാൻ ഇവിടെ ഈ പ്രസ്ഥാനത്തിൽ നമ്മുടെ ഈ ബയോട്ടോറിയത്തിൽ വന്നിട്ട് 4 മാസമായിട്ടുള്ളൂ. എങ്കിലും ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു. എനിക്ക് കുറേ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഷുഗർ, BP കൂടാതെ എനിക്ക് ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയാണ്. ഒരു 10 വർഷമായി ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. 2 വർഷമായപ്പോൾ തന്നെ എനിക്ക് ക്യാൻസർ വന്നു. ബ്രസ്റ്റ് ക്യാൻസറാണ്. അതിൽ രാവിലെ ഒരു കാലത്ത് ഒരു 3 ഗുളിക, വൈകുന്നേരം 3 ഗുളിക, അങ്ങനെ ക്യാൻസർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാൻസറിന് ഓപ്പറേഷൻ കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ബ്ലഡും ഷുഗറും ഇതൊക്കെ ചെക്ക് ചെയ്യും. BP ചെക്ക് ചെയ്യും, ഷുഗർ ചെക്ക് ചെയ്യും. ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 500ന്റെ മുകളിൽ ഷുഗർ ഉണ്ടായിരുന്നു. അപ്പൊ ഇൻസുലിൻ കുത്തി വെച്ചിട്ടാണ് ഷുഗർ കമ്മിയാക്കിയിട്ടുണ്ടായിരുന്നത്. RCCയിലാണ് എൻ്റെ റിസൾട്ട് പോയി കിടന്നതും എൻ്റെ ചെക്കപ്പ് ഒക്കെ അവിടെയായിരുന്നു. ഈ RCCയിൽ കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്യാൻസർ ഉള്ള വ്യക്തികളെ കാണുമ്പോൾ പേടിയായിരുന്നു. എല്ലാവരും മുടി പോയ ആളുകളാണ്. എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലി മൊത്തം ഡെസ്പായി. അങ്ങനെ എനിക്ക് തന്നെ ആ ചേച്ചിക്ക് ക്യാൻസർ ആണെന്ന് എല്ലാവരും കൂടി പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരിലും നമ്മൾ എന്താ മനസ്സിലാക്കുക, നമ്മുടെ ഈ ഒരു ക്യാൻസർ എന്നുള്ള ആ രോഗത്തെ നമ്മൾ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഈ 6 ഗുളിക ഒരു ദിവസം കഴിച്ചു. അതുപോലെ BP, ഷുഗർ എല്ലാതും എൻ്റെ കൂടപ്പിറപ്പായിരുന്നു. എല്ലാത്തിനും ഞാൻ 11 ഗുളിക കഴിച്ച വ്യക്തിയാണ്. ഈ 11 ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സീനിയറായ എന്നെ കൊണ്ടുവന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന ലീല മേഡാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ലീല മേഡം, അതുപോലെ ബാലകൃഷ്ണൻ സാറ്, വേണു സാറ് എല്ലാവരും പറഞ്ഞു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറഞ്ഞു. ഒരു മാസം ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചപ്പോൾ ഈ 480-500 ഉണ്ടായിരുന്ന ഷുഗർ ഇൻസുലിൻ വെച്ചിട്ടുണ്ടായിരുന്നാണ്. ഇത് പ്രൊഡക്റ്റ് ഉപയോഗിച്ച ഒരു മാസം കഴിഞ്ഞിട്ട് ഒരാഴ്ച മുന്നേ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 130 ആയി. അത് പോരാത്ത നമുക്ക് BPക്ക് നമുക്ക് ഒന്നും മരുന്ന് കഴിക്കുന്നില്ല. എല്ലാതും നോർമലാണ്. ഞാൻ നല്ല ആക്റ്റീവാണ്. നല്ലൊരു ടീമിന്റെ ലീഡർ കൂടിയാണ്. എന്തായാലും എല്ലാവരും വാങ്ങി ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഉപയോഗിച്ച അതിന്റെ റിസൾട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം കിട്ടുന്നത്. കൂടാതെ നമുക്ക് സാർമാര് പറഞ്ഞ പോലെ വരുമാനം നമുക്ക് എന്തുകൊണ്ട് എടുക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മൾ വരുമാനം വാങ്ങിക്കുമ്പോൾ നമുക്കിത് പോരാ, നമുക്ക് നമ്മളെ കൊണ്ട് എന്ത് പറ്റും എന്നുള്ളത് നമ്മുടെ ടീമിലൂടെ നമ്മൾ വരുമാനം വാങ്ങിയെടുക്കുക. എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ആയാൽ പോരാ, നമ്മൾ എന്തായാലും കുറച്ച് കാലമൊക്കെ അല്ലേ ഉള്ളൂ, വരുമാനത്തിന്റെ ഉടമയാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.